നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടോ? ഇല്ലേ? എങ്കിൽ വാ, ഞാൻ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, അഹാന കൃഷ്ണയുടെ ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് ഭയങ്കര റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ടോട്ടലി അഗ്രി വിത്ത് ദാറ്റ്. ആ വീഡിയോയിൽ അഹാന കൃഷ്ണ പറഞ്ഞത് എല്ലാം റെലവൻ്റ് ആണ്. ഐ ടോട്ടലി അഗ്രി വിത്ത് ദാറ്റ്. ബട്ട് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അഹാന കൃഷ്ണയാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ. ആ പോസ്റ്റ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, വായിച്ചല്ലോ. അഹാന അറിഞ്ഞോ അറിയാതെയോ ഒരു മിസ്ഇൻഫർമേഷൻ അന്ന് പുറത്തു വിട്ടു. അതുകൊണ്ടുണ്ടായ കോലാഹലങ്ങളാണ് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ 1.9 മില്യൺ ഫോളോവേഴ്സിലധികമുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു മിസ്ഇൻഫർമേഷൻ പുറത്തു വിടുമ്പോൾ എന്ത് സംഭവിക്കും? അത് കണ്ടിട്ട് ഒരാളെങ്കിലും വിചാരിച്ചാലോ, ഓ ഇവിടെ പൊളിറ്റിക്കൽ സ്കാം കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ലോക്ക്ഡൗൺ, ഇവിടെ കൊറോണ കൂടുന്നതിനൊന്നും അല്ല ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അയാൾക്കെങ്ങാനും കൊറോണ കിട്ടിയാലോ? ആ സിറ്റുവേഷൻ തന്നെ മാറും. അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പൊളിറ്റിക്കൽ സ്കാം കവറപ്പിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് അഹാന അവസാനവും രണ്ട് എന്താന്നല്ലേ? മറക്കരുത്, 2. എപ്പോഴും 2. എപ്പോഴും 2. എന്താണ് ഈ 2 എന്നല്ലേ? നമുക്കെല്ലാം അറിയാം, നാം ഇന്ന് കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ വക്കിലാണ്. ചെറിയൊരു അശ്രദ്ധ മതി നാം ഇതുവരെ കെട്ടിപ്പടുത്ത പ്രതിരോധങ്ങളെല്ലാം തകിടം മറിയാൻ. മാസ്ക് ധരിക്കുന്നത് പോലെ തന്നെ കൈകൾ സോപ്പും വെള്ളവും കൊണ്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് പൊതു ഇടങ്ങളിൽ 2 മീറ്റർ അകലം പാലിക്കുക എന്നുള്ളത്. അന്ന് അഹാന പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കുറെ സൈബർ ബുള്ളിയും കിട്ടിയത്. അപ്പം അതിനെതിരെ പ്രതികരിച്ചു അഹാന. അത് ശരിക്കും വേണ്ടിയതാണ്. സൈബർ ബുള്ളിങ് നോ എന്ന് നമ്മൾ പറയേണ്ടതാണ്. പക്ഷേ ആ ലവ് ലെറ്ററിന്റെ വീഡിയോയിൽ തന്നെ ഈ മിസ്ഇൻഫർമേഷന്റെ കാര്യം കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ടായിരുന്നു ആ ലവ് ലെറ്റർ ഇറക്കിയിരുന്നെങ്കിൽ ആനയുടെ റീച്ചേ മാറിയനെ. കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അറിഞ്ഞോ അറിയാതെയോ, അത് വേറെ ആൾക്ക് എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറഞ്ഞാലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞൊന്നും പോകത്തില്ല. നമ്മൾ കുറച്ചുകൂടെ വലിയ ആളാകത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് പറഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഹാറ്റ്സ് ഓഫ് അഹാന എന്ന് പറഞ്ഞ് ക്ലാപ്പ് അടിച്ചാൽ. അഹാന ഈ മിസ്ഇൻഫർമേഷൻ കൊടുത്തത് ഒരാൾ അഹാനയുടെ FB പോസ്റ്റിനടിയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അഹാന എന്താ ചെയ്തത്? ഇങ്ങനെ നിങ്ങൾ കണ്ടല്ലോ. മാന്യമായിട്ട് പറഞ്ഞു സൈബർ ബുള്ളിങ് പാടില്ല, അതൊക്കെ ശരിയാണ്, അഹാന പറഞ്ഞ എല്ലാം ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ഈ മിസ്ഇൻഫർമേഷൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ അഹാന എന്ത് ചെയ്തു? ആ ബാക്കി മേളിൽ പറഞ്ഞ ഒക്കെ ഇറേസ് ചെയ്തിട്ട് മായ്ച്ചു കളഞ്ഞിട്ട് ആ ആവശ്യമില്ലാത്ത പാട്ട് മാത്രം എടുത്ത് കാണിച്ചു എല്ലാവരെയും. അപ്പം ആ ആള് എല്ലാവരുടെ മുമ്പിൽ ആരായി? ഇതേപോലെ ഞാൻ കുറേ കേൾക്കുന്നുണ്ട്. അഹാന കൃഷ്ണയ്ക്ക് വരുന്ന കമൻസ് ഒക്കെ, അതിൽ നല്ലതായിട്ട് വിമർശിക്കുന്ന കമൻസ് ഒക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് ചീത്തയായിട്ട് സൈബർ ബുള്ളിങ് പോലെ ചെയ്ത കമൻസ് ഒക്കെയാണ് അഹാന അവിടെ വെക്കുന്നതെന്ന്. സത്യമാണോ? പിന്നെ ഈ ലവ് ലെറ്റർ കാരണം വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്നറിയോ? ഈ അഹാന കൃഷ്ണ സിസ്റ്റേഴ്സും അവർ സ്കൂളിലും കോളേജിലും വെച്ച് കുറേ പേരെ ബുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ പോയാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം ശരിയാവും തെറ്റായിരിക്കാം, നിങ്ങളത് തീരുമാനിക്കേണ്ടി. ഒരു ചെറിയൊരു കാര്യം ഒരു സോറിയിൽ തീരാന്നുള്ളത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി അഹാന കൃഷ്ണ സിസ്റ്റേഴ്സും എല്ലാം ഉൾപ്പെട്ട് ഇപ്പം വൻ മെസ്സായി തീർന്നിരിക്കുക. സോ ഗൈസ്, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. തിങ്ക് ബിഫോർ യു സേ സംതിങ് ഓർ ഡു സംതിങ് ആൻഡ് സേ സോറി ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. നിങ്ങൾ ചെറുതായി പോത്തേയില്ല, വലിയ ആളാകത്തേ ഉള്ളൂ. എനിക്കിതുപോലെ ഒരു ബാഡ് കമൻറ്റ് കിട്ടിയായിരുന്നു എൻ്റെ ഒരു വീഡിയോയ്ക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പണിപ്പാളിയുടെ റിയാക്ഷൻ ചെയ്തു. അത് ഞാൻ കോമഡി ആക്കാൻ വേണ്ടിയാണ് അതിൽ പറഞ്ഞത്. പക്ഷേ മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതുപോലെ ബാഡ് കമൻറ്റ്സ് വന്നു. അപ്പോൾ അതിലൊരാൾ എന്നോട് ഇങ്ങനെ ബാഡായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ബാഡായിട്ടൊന്നുമല്ല പറഞ്ഞു, അത് ഇഗ്നോർ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു സോറി ബ്രോ, എനിക്ക് അറിയാഞ്ഞിട്ടാ, ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്താളോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അയാൾ തിരിച്ചെന്താ റിപ്ലൈ ചെയ്തെന്നറിയോ? സോറി ഒന്നും പറയേണ്ട സിസ്, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഫുൾ സപ്പോർട്ട് കാണുമെന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ബാഡായിട്ട് മിണ്ടി അല്ലെ ബാഡ് കമൻറ്റ്സ് തന്നു എന്ന് വെച്ച് നമ്മൾ തിരിച്ചും ബാഡായിട്ട് മിണ്ടി ബാഡ് കമൻറ്റ്സ് കൊടുത്താൽ അവിടെ ഒന്നും നേടാനില്ല. പക്ഷെ നമ്മൾ ഒന്ന് നല്ല രീതിയിൽ അവരോട് തിരിച്ച് സംസാരിച്ചാൽ ആ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കിക്കേ, ഞെട്ടിക്കുന്നതായിരിക്കും.
അപ്പോൾ അയാൾ വിചാരിക്കും, ഓ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, ആ കുട്ടി സോറിയൊക്കെ പറഞ്ഞല്ലോ, ഞാൻ എന്തിനിങ്ങനെ പറഞ്ഞെന്ന് അയാൾക്ക് കുറ്റബോധം തോന്നും. അല്ലാതെ നമ്മൾ പോയി നമുക്ക് തെറി കമൻസ് വന്നു തിരിച്ചും തെറി കമൻസ് കൊടുത്ത് ഈ ഹെലന സ്പാർട്ടനെ പോലെ ഒന്നും അല്ല ചെയ്യേണ്ടത്. വി ഷുഡ് സ്പ്രെഡ് ലവ് ആൻഡ് മേക്ക് ദിസ് പ്ലേസ് എ ബെറ്റർ പ്ലേസ്. സോ അടുത്ത വീഡിയോ കാണാം.